ഹലോ ഗൈസ്, ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 അവസാനത്തെ ഭാഗമാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. Food crops. Food crops are classified into two, cereals and pulses. In India, fine cereals such as rice and wheat and coarse cereals such as bajra, maize and ragi are grown. അതായത് പലതരത്തിലുള്ള ക്രോപ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. We can classify crops into 3, ഖാരിഫ്, റാബി ആൻഡ് സെയ്ദ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വാട്ടർ റിക്വയർമെൻറ്റിൻ്റെയും സോവിങ് മന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ, അതായത് മഴ ഏത് മാസം മുതൽ ഏത് മാസം വരെ കൃഷി ചെയ്യുന്നു, അതുപോലെ എത്രത്തോളം വെള്ളം ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളകളെ 3ആയിട്ട് തരംതിരിച്ചു: ഖാരിഫ്, റാബി, സെയ്ദ്. അതുപോലെ തന്നെ വേറൊരു തരത്തിലുള്ള വിളകൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നത്? ഏത് തരത്തിലുള്ള വിളകളാണ് കൃഷി ചെയ്യുന്നത്, അതായത് ഭക്ഷ്യ ആവശ്യത്തിനാണോ, നാണ്യവിളകളാണോ, അങ്ങനെയുള്ള ആ രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫുഡ് ക്രോപ്സ് എന്താണ്? ഫുഡ് ക്രോപ്സ് ഭക്ഷ്യവിളകൾ. അവയെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കുക: സിറിയൽസ് ആൻഡ് പൾസസ്. ധാന്യങ്ങളും പയറുവർഗ്ഗവും രണ്ടും ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളതാണല്ലോ. ഇൻ ഇന്ത്യ, ഫൈൻ സിറിയൽസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ്. അതായത് ഇന്ത്യയിൽ നല്ല ധാന്യങ്ങൾ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റൈസ് സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ വീറ്റ് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു തരത്തിൽ സിറിയൽസിന് 2 വിധം ഉണ്ടെന്ന് പറയുന്നത് ഫൈൻ സിറിയൽസ്, കോഴ്സ് സിറിയൽസ്. നല്ല ധാന്യങ്ങൾക്ക് എക്സാമ്പിളാണ് റൈസും വീറ്റും. കോഴ്സ് സിറിയൽ പരിക്കൻ ധാന്യങ്ങൾ എന്ന് പറയുന്നത് ബജ്ര, മൈസ്, രാഗി, ഇങ്ങനെയുള്ളവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ രാഗി, മൈസ്, ബജ്ര ഏതിൽ പെടും? കോഴ്സ് സിറിയൽസ്. ഫൈൻ സിറിയൽസിൽ പെടുന്നതാണ് റൈസും വീറ്റും. അതുകൂടാതെ ഗ്രാം ആൻഡ് തൂർദൽ ആർ മേജർ പൾസസ് കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പൾസസ് പയർവർഗ്ഗങ്ങളാണ് ഗ്രാം, അതുപോലെ തന്നെ തൂർദൽ, തുവരപ്പരിപ്പും കടല, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ക്രോപ്സാണ്, സിറിയൽസും പൾസസും. സിറിയൽസിനെ 2ആയിട്ട് തരംതിരിക്കാം: ഫൈൻ സിറിയൽസ്, കോഴ്സ് സിറിയൽസ്. പൾസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പൾസസ് എന്ന് പറയുന്നത് ഗ്രാമും തൂർദലും. ഇനി ക്യാഷ് ക്രോപ്സ്. Crops that are grown commercially on a large scale are called cash crops. These include sugarcane, tobacco, cotton, jute and oilseeds. Cash crops എന്ന് പറയുന്നത് they are grown commercially on large scale. അതായത് വൻതോതിൽ വ്യാപാര അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ക്യാഷ് ക്രോപ്സ്. ദീസ് ഇൻക്ലൂഡ് ഷുഗർ കെയിൻ, ടുബാക്കോ, കോട്ടൺ, ജൂട്ട്, ഓയിൽ സീഡ്സ്. കരിമ്പ്, അതുപോലെ പുകയില, കോട്ടൺ, ജൂട്ട്, ഓയിൽ സീഡ്സ്, ഇതൊക്കെ ഏതിൽ പെടും? ക്യാഷ് ക്രോപ്സിൽ പെടും. അപ്പോൾ സിറിയൽസും പൾസസും ഫുഡ് ക്രോപ്സിലാണെങ്കിൽ ക്യാഷ് ക്രോപ്സ് ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ, ടുബാക്കോ, കോട്ടൺ, ജൂട്ട്, ഓയിൽ സീഡ്സ്, ഇതൊക്കെ എന്തിൽ പെട്ടു? ക്യാഷ് ക്രോപ്സ്. ഇനി ഫൈബർ ക്രോപ്സ്, നാരുവിളകൾ. Cotton and jute are the major fiber crops in India. Fiber crops provide us with the fiber we need to make many things like fabrics, bags and sacks. അതുപോലെ ബാഗ്, സാക്സ്, ചാക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേഷൻ വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടനും ജൂട്ടുമാണ് സാധാരണയായി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഫൈബർ ക്രോപ്സ്. ഇനി ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ. ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റ് ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ. നമ്മൾ എണ്ണ അല്ലെ ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന എണ്ണയ്ക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ് ഓയിൽ സീഡ്സ്. ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് നട്ട്, റേപ്സീഡ്, മസ്റ്റാർഡ്, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. ഏതൊക്കെയാണ്? നിലക്കടല, അതുപോലെ റേപ്പ് സീഡ്. അതിന് വേറെ റേപ്പ് സീഡ് എന്ന് പറഞ്ഞാൽ എന്തോ അതിന് മലയാളം ഒരു പ്രത്യേകത. എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണക്കുരു, മസ്റ്റാർഡ്, കടുക്, സോയാബീൻ, സൺഫ്ലവർ, ഇതൊക്കെയാണ് ഓയിൽ സീഡ്സ്. എപ്പാർട്ട് ഫ്രം ദീസ് അതർ ക്രോപ്സ് സച്ച് ആസ് tea, coffee, rubber, spices and tubers are cultivated in India. Among these, many are cultivated as plantation crops. ഇപ്പോൾ ഇത് കൂടാതെ നമ്മൾ മുകളിൽ പറഞ്ഞ ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, ഫൈബർ ക്രോപ്സ്, ഓയിൽ സീഡ്സ്, ഇത് കൂടാതെ നമ്മൾ വേറെയും കൃഷി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ടീ, കോഫി, റബ്ബർ, സ്പൈസ്, ട്യൂബേഴ്സ്, അല്ലേ?
ചായ, തേയില, അതുപോലെ കോഫി, കാപ്പിച്ചെടി അല്ലേ, കാപ്പിക്കുരു, റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തായിട്ട് പെടും? പ്ലാന്റേഷൻ ക്രോപ്സ്. ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എമംഗ് ദീസ് മെനി ആർ കൾട്ടിവേറ്റഡ് ആസ് പ്ലാന്റേഷൻ ക്രോപ്സ്. ഇതൊക്കെ കൂടെ പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ടാണ് ഇവരൊക്കെ കൃഷി ചെയ്യുന്നത്. അത് തോട്ടവിളകൾ. Now you know about different types of crops. Are all these cultivated in the same way? ഇപ്പോൾ നമ്മൾ കുറേ കൃഷി രീതികൾ പഠിച്ചു, ക്രോപ്സുകൾ പഠിച്ചു. ഫുഡ് ക്രോപ്സ്, നമ്മുടെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന വിളകളാണ് ഫുഡ് ക്രോപ്സ്. ക്യാഷ് ക്രോപ്സ് പറഞ്ഞാൽ നമ്മൾ വ്യാപാര ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നത്. ഫൈബർ ക്രോപ്സ് എന്ന് പറയുന്നത് ചില ഫാബ്രിക്സ്, ബാഗ്, സാക്സ് ഇവയൊക്കെ ഉണ്ടാക്കാവുന്ന കോട്ടൺ, ജൂട്ട്, നാരുവിളകൾ. പിന്നെ എണ്ണക്കുരുക്കൾ ഏതൊക്കെ? ഗ്രൗണ്ട് നട്ട്, റേപ്പ് സീഡ്സ്, മസ്റ്റാർഡ്, സോയാബീൻ, സൺഫ്ലവർ. ഇത് കൂടാതെ പ്ലാന്റേഷൻ ക്രോപ്സ്. ഇതൊക്കെ ഒരേ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, ഒരിക്കലും അല്ലേ. ചിലക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്, ചില സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പ്രദേശങ്ങൾ അല്ലേ, മലയോരങ്ങളിലൊക്കെയാണ് നമ്മൾ കൃഷി കൂടുതൽ ടീ, കോഫി, റബ്ബർ ഇങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കും, അവിടെ കൃഷി ചെയ്യുന്ന ചില ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെ മണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചില സ്ഥലങ്ങളിൽ മണ്ണിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. മണ്ണിൻ്റെ കണ്ടെയ്ൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പല ഇടങ്ങളിലായിട്ട് പല രീതികളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. Last, in different parts of the world, there exist varied types of farming practices based on physiography, soil fertility, climate, water availability, density of population, extent of agricultural land, value of crops, available technology, etc. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കൃഷി രീതികളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, ക്ലൈമറ്റ്, വാട്ടർ അവൈലബിലിറ്റി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അല്ലെ, ജനസാന്ദ്രത, എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. രാജ്യങ്ങളിൽ അഗ്രികൾച്ചറൽ ലാൻഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവർ കൃഷി ചെയ്യുന്ന വിളകൾക്ക് വാല്യൂ ഉണ്ടോ അതുകൂടി നോക്കി. അവൈലബിലിറ്റി ഓഫ് ടെക്നോളജിയുടെ അടിസ്ഥാനം. ഇങ്ങനെ പല കാര്യങ്ങളുടെ അടിസ്ഥാനം. ഇപ്പം എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഫിസിയോഗ്രഫി, സോയിൽ ഫെർട്ടിലിറ്റി, ക്ലൈമറ്റ്, വാട്ടർ അവൈലബിലിറ്റി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, വാല്യൂ ഓഫ് ക്രോപ്സ്, അവൈലബിൾ ടെക്നോളജി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള കൃഷികൾ നമുക്ക് ചെയ്യുന്നത്. These include primitive subsistence of agriculture, intensive subsistence agriculture, mixed farming, extensive commercial grain cultivation, dairy farming, cultivation of plantation crops, and horticulture. In the next chapter we shall discuss different types of farming in India. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഏതൊക്കെ തരത്തിലുള്ള രീതികളാണുള്ളത്. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, അടിസ്ഥാനപരമായ കൃഷിരീതി. ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഒരു പ്രത്യേക തരത്തിലുള്ള, അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററിലൊക്കെ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്തൊക്കെ കൃഷിരീതികളുണ്ട് എന്നുള്ളതാണ് പഠിക്കുന്നത്. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, മിക്സഡ് ഫാമിംഗ്, എക്സ്റ്റെൻസീവ് കൊമേഴ്സ്യൽ ഗ്രെയിൻ കൾട്ടിവേഷൻ, ഡയറി ഫാമിംഗ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഇത്രയാണ് 6ാമത്തെ ചാപ്റ്റർ. നമ്മൾ പല ക്ലാസ്സുകളായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊക്കെ പഠിച്ച്? ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, ഫൈബർ ക്രോപ്സ്, ഓയിൽ സീഡ്സ്. അപ്പോൾ 6th ചാപ്റ്റർ ഇവിടെ ഓവർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്